ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നതാണ്. മോർണിംഗ് വ്ളോഗ് ചെയ്യാനായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്. ചെയ്തൊക്കെ വന്നപ്പോൾ ഒരു ഉച്ച 12-1 മണിയൊക്കെ കേട്ടോ. വ്ളോഗ് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടൊന്ന് ചുറ്റി കാണിച്ചു തരാം. അതായത് വീടിൻ്റെ ഉള്ളിലല്ല, പുറം ഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് ഇടിയും ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കാണിച്ചു തരാം. കൊതുകി ഇരുത്തണില്ല ഗൈസ്. ഒരു ദിവസം ചെടിയൊക്കെ കണ്ട് പോകാം. പിന്നെ ഇത് ഞാൻ പ്രത്യേകമായി ചെയ്തൊരു ചെടിയാണ്, വേറൊന്നുമല്ല. ഇത് ഗായ്സ് ഒരു എന്താ പറയുക, എന്തുവാ, പീനച്ചെടി. അതും പിന്നെ കടല. ഇത് വേറൊന്നും സ്കൂളിലൊരു പ്രൊജക്റ്റ് തന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇഷ്ടമാണെന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറൈറ്റി പിടിച്ചതാണ്. ചെടിയായിട്ട് വന്നിട്ടുണ്ട്. പീനട്ടൊക്കെ അവരെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ നിറച്ച് മരവും ചെടിയൊക്കെയാണ്. എന്താ അറിയില്ല, മോനോട്ട് നോക്കിയിട്ട് മതി. നിറച്ച് ഇങ്ങനെ ചെടി അതുപോലെ അതൊക്കെ കാണും. അതിൻ്റെ ഇടയ്ക്ക് കൊതുക് കൂടെ വരുമ്പോൾ ഇത് തീർന്നല്ല. പിന്നെ ഒരു ഗുണവും ഇല്ലാത്തൊരു എന്താ പറയുക, ചെമ്പരത്തിനെ ചെടിയുണ്ട്. ഒരു ഉപകാരം ഇല്ല. പിന്നെ ഉള്ളത് വല്ലപ്പോഴും എന്താണ് പൂവൻ്റെ എന്തുവാണ് മുല്ലപ്പൂവുണ്ട്. പിന്നെ ഇവിടെ വല്ലപ്പോൾ എപ്പോഴും പൂവല്ലൊരു ചെടിയോ ഒരെണ്ണമുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെയാണ് അടുത്ത് അമ്പലം ഉണ്ടാവും. അവിടെ വെച്ച് അയ്യോ കിട്ടുന്നില്ല, ക്ലിയർ അല്ലേ? എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള പിള്ളേരാണ് മീൻസ്. അപ്പോൾ ഇതാണ് ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് ഈ ഒരു പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറയണം. അതുകൊണ്ടല്ല, എനിക്കിതിൻ്റെ പേര് കണ്ടുകൂടാ. എനിക്ക് 2-3 ദിവസത്തിന് പേരൊക്കെ അറിയാം കേട്ടോ. പിന്നെ കണ്ടോ, ഇത് പകുതി വെച്ച് വെട്ടിക്കളഞ്ഞാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഫുൾ പച്ചപ്പ് പിടിച്ച് വെക്കുന്നത്. കണ്ടോ, എന്തോ ഒരു പ്രത്യേകത. ചീരയോ തുളസി എന്തോ അറിയുന്നു, അമ്മക്കേ അറിയാം കേട്ടോ. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, മുയൽ ചെടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഡിസൈനൊക്കെ ഇതാക്കട്ടെ. എൻ്റെ ജേണൽ ബുക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് പിന്നെ വീട് കളക്ഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ഞാൻ പൂച്ച 2-3 ഉണ്ട് കേട്ടോ. നേരത്തെ അങ്ങനെ പുറ്റത്ത് ആയിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ടെറസിലാണ് കിടക്കുന്നത്. പിന്നെ ഒരു ഗുണമില്ലാതെ നിൽക്കുന്ന എന്തോ ഓറഞ്ചിൻ്റെ ചെടിയാണ് ഉള്ളത്. ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ്, തെങ്ങലാണ് ശരിക്കും ഇവിടെ. പിന്നെ വീഡിയോ ഇടയിൽ ഞാൻ 2-3 സാധനമൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ നടക്കില്ലാതെ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് തെങ്ങടിച്ചിട്ട് അയ്യോ ഇപ്പം വീടാനേ അതാണ്. പിന്നെ മഴക്കാലമല്ലേ, തെന്നലൊക്കെ പിന്നെ ഉണ്ടാവും. അതുമാത്രമല്ല, ഇവിടെ വറ്റിക്കിടക്കാൻ പള്ളിക്കൂടെയല്ല നടക്കുന്നത്. വേറെ ഒന്നുണ്ട് കാണിച്ചാലോ. ഇവിടെ കരയും ഇവിടെ കുളമാണെന്ന് നോക്കി അത് ഈ കുളത്തിൽ കൂടെ നടക്കുള്ളൂ. അതെൻ്റെ ഒരു വീട്ടിലെ സൈഡ്. അപ്പുറത്ത് എന്താ ഫ്ലാറ്റ് പണിനടക്കുക. ഇപ്പുറത്തല്ല, ഈ ഒരു ഭാഗത്ത് ഭയങ്കര പൊടിയടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂപ്പർ ജനറേഷൻ കാണിച്ചു കേട്ടോ. കണ്ടോ, ഇത്ര എന്തോ ജാനുവരി ഫെബ്രുവരിയിൽ പണി നടന്നതാണ്. ഇപ്പോൾ ഇത്ര ചിന്തിക്കാനേ പറ്റില്ല. ഈ ഇപ്പം ഞാൻ പണി നടന്നത് ഫ്ലാറ്റാണ്. ഇവിടെയുള്ള ഫ്ലാറ്റിന് കൂടുതലും വില ഉള്ളത്. വേറൊരു ഫ്ലാറ്റ് അപ്പുറത്തുണ്ട്, കാണിച്ചില്ല. ഗൈസ്, ഗോൾഡൻ പൂച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ചെയ്തൊക്കെ നിന്ന് തരുന്നു കേട്ടോ. അതിനിടയിൽ ഒരു ബ്ലാക്ക് പൂച്ചയൊക്കെ പോയായിരുന്നു. അതിനിട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് വേറൊരു ഫ്ലാറ്റ്. ഇതിൻ്റെ പേര് സ്ഥലം ചാക്കോളത്ത് ഫ്ലാറ്റാണ്. ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ടാണ് പൂച്ച എന്നെ നോക്കണ്ട്. ഞാൻ നോക്കുമ്പോൾ ഉച്ച ഭാഗത്ത് തിരിഞ്ഞൊക്കെ കളയുണ്ട്. എന്താവോ എന്തോ തോന്നുന്നു. അതിനെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ നോക്കുകയാണെന്ന് തോന്നി. കണ്ടോ, വീഡിയോ എടുക്കുമ്പോൾ അത് നോക്കുന്നുണ്ട്. വീഡിയോ എപ്പോൾ മാറ്റുന്നോ അതങ്ങട് തല മാറ്റി വെക്കും കേട്ടോ. ഉണ്ടാവും ഗൈസ്.
ഈ ഒരു ഭാഗം മാത്രം പിന്നെ ആകാശം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പുറത്തോട്ട് ഞാൻ കാണിച്ചു നോക്കൂ, കണ്ടോ? ഇതാണ് സംഭവം, കണ്ടോ ഗൈസ്? അത് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓക്സിജൻ അങ്ങനെ കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്ത് നൈഗമ്യമുണ്ട്. അതുകൊണ്ടാണ് മറ്റേ ഇത് വെട്ടിക്കളഞ്ഞത്. ടെറസിലോട്ടൊക്കെ കയറണമെന്നുണ്ട്, വേറൊന്നുമല്ല. മുകളിൽ എന്തോ സാധിക്കുന്നത് പേടിയായിട്ടാണ് എന്താണ്ടൊക്കെ എനിക്ക് പേടിയാതിരൊക്കെ. അപ്പോൾ ടെറസിലോട്ടുള്ള കാര്യത്തിലൊക്കെ പിന്നെ കാണിച്ചു തരാം ആ ഒരു ഭാഗത്തേക്ക്. പിന്നെ ഇവിടെ വന്നേക്കുന്നത് വീടിന് സൈഡ് ഭാഗമായിട്ട് കണ്ടോ, ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ വീടിൻ്റെ അപ്പുറത്തെ വശത്തൊക്കെ ആയിട്ട് പുഴയുണ്ട്. സമയം ഉണ്ടെങ്കിൽ കാണിച്ചതരാം, ഇപ്പോഴല്ല പിന്നെ കളിക്കാൻ. ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്ന് പോകുമ്പോൾ നിറച്ച് പാടമെന്ന് അറിയത്തില്ല, വെള്ളം പാടമൊന്നുമില്ല, വെള്ളം നിറച്ച് കുളിക്കാനൊക്കെ പറ്റും. അധികം താഴ്ചയില്ല. പിന്നെ മറ്റേ കല്ലുമൊക്കായോ അങ്ങനെ സ്ഥലത്ത് തപ്പി കിട്ടും. അത് ഞാൻ ഒരു ദിവസം അച്ഛനെ കൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഓക്കെ? പിന്നെ ഇവിടെ കുറേ കൊട്ടവഞ്ചിക്കാരൊക്കെ വരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞില്ല. വേറെ അധികമായിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ബൈ ബൈ.